കോമഡി ഉത്സവത്തിൽ വരുമ്പോൾ നമുക്ക് തിരിച്ചു തരാൻ കഴിയുന്ന കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ മനോജേട്ടന് വേണ്ടിയിട്ട് ഡബ് ചെയ്ത ആൾക്കാരുണ്ട്, മനോജേട്ടന്റെ ഫിഗർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മനോജേട്ടന്റെ സൗണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരാള് ഗൾഫിലാണ്. അത് മനോജേട്ടന്റെ മുമ്പിൽ വെച്ച് ഷാനവാസ് വന്ന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ജോഷി. അപ്പൊ എല്ലാ ജോഷിയെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ജോഷി പ്ലീസ് ഗോ. ജോഷി ഇവിടെ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ അന്ന് മനോഹരൻ ഇത് കണ്ടതിന് ശേഷം പുള്ളിയുടെ അടുത്ത് എന്നെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞ് ഞാൻ ക്രൗൺ പ്ലാസ കാണിച്ചു. അത് ജോഷി വന്ന് പറഞ്ഞായിരുന്നു. അതാണ് കിട്ടുന്നത്. സത്യം പറഞ്ഞാല് ഇവിടെ വന്ന് മിമിക്രി ചെയ്യുന്ന ഓരോ ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന യഥാർത്ഥ ആൾക്കാരെ നേരിട്ട് കാണുകയും അവരുടെ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതാണ് അവരുടെ ലൈഫിൽ ഒരു വലിയ സന്തോഷം അല്ലേ ജോഷി? അതെ, തീർച്ചയായിട്ടും മനോഹരന്റെ ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് എനിക്ക് 3 സിനിമ ചെയ്യാൻ സാധിച്ചു. ഫെബ്രുവരിയിൽ ഒരു സിനിമ റിലീസാണ്. ബാക്കി 2 സിനിമയും റിലീസാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ജോഷി മനോഹരന് വേണ്ടി. അയ്യോ അമ്മേ, സത്യമായിട്ടും എനിക്കറിയില്ലമ്മേ. മല്ലുവിന്റെ പെങ്ങന്മാരാന്ന് കേട്ടപ്പോഴേ വേണ്ട വേണ്ടാന്നൊരു 1000 വട്ടം പറഞ്ഞതാ. സത്യമായിട്ടും എനിക്കറിയില്ലമ്മേ. എനിക്ക് മാപ്പ് തരുവമ്മേ. മനോഹരൻ ഒരാഗ്രഹം പറഞ്ഞോട്ടെ, ഒരു ഡയലോഗ് പറഞ്ഞുതരും. അരുൺ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ തരാൻ വേണ്ടി നമ്മുടെ പഴയ പാട്ടുകൾ അത് ഒരു സെറ്റിലും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അരുണിന്റെ പരിപാടിയാണ്. മറ്റേ മൈക്കിൽ വെച്ചിട്ട് നമ്മുടെ പാട്ടുകൾ, നമ്മൾ അഭിനയിച്ച പാട്ടുകൾ, നമ്മുടെ ഫേമസ് ഡയലോഗ്സ് ഒക്കെ ഇട്ട് തരും. അങ്ങനെ ഒരു പ്രാവശ്യം ഗോവ കടൽ തീരത്ത് വെച്ച് ഇല്ല രാവണപ്രഭുവിലെ ഡയലോഗ്. പിന്നെ എന്നെയാണോ അഭിനയിക്കാൻ പോകുന്നത്? ഭയക്കണം കേട്ടോ. നിങ്ങളുടെ കൈ കൊണ്ട് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ 3 മാസമായിരുന്നു പ്രായം. പിന്നെ ഒന്നിനെ ഗുണം വളർന്ന കാലം. ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാൻ നേരം വെളുപ്പിച്ച് നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ഇതൊന്ന് പറഞ്ഞു. ഈ മല്ലു സിംഗിലെ കോമഡി സാധനം ഓക്കെ ശരിയാണ്, പക്ഷെ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇനി തീർച്ചയായിട്ടും വരുന്ന ഒരു സ്റ്റേജില് ഒപ്പം ഈ ഡയലോഗ് പഠിക്കണം. എനിക്ക് 10-20 വർഷം മുമ്പ് പറഞ്ഞ ഡയലോഗ് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. മനോഹരന്റെ വരവ് നമുക്ക് കിട്ടിയ ഉടൻ നമുക്ക് എന്തായാലും ജോഷി ഇവിടെ വന്നത് ചെയ്തു തന്നതിന് ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം ജോഷി. അയ്യോ മനേട്ടാ, താങ്ക് യു. എല്ലാവരും ജോഷിക്ക് വേണ്ടി താങ്ക് യു.